നമസ്കാരം. പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് ആകെയുള്ളത് 198 ബൂത്തുകളാണ്. ഈ 198 ബൂത്തുകളിൽ 67ഇടത്തും ഒന്നാമതെത്തിയത് VP അബ്ദുൾ റഷീദ് എന്ന ആരുമറിയാത്ത ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. നോക്കുക, അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ കോൺഗ്രസ് നേതാവ് ധർമ്മടത്ത് പ്രചരണത്തിനെത്തിയില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. എന്നിട്ടും എല്ലാ ബൂത്തുകളിലും പിണറായിക്കെതിരെ VP അബ്ദുൾ റഷീദിനെ ധർമ്മടംകാർ വോട്ട് ചെയ്തു. 67 ബൂത്തുകളിൽ പിണറായിയേക്കാൾ കൂടുതൽ വോട്ട് അബ്ദുൾ റഷീദ് നേടി. ഒരു നേതാവിനെ പോലും അയക്കാതെ, ഒരു ഉഗ്രൻ റാലി പോലും നടത്താതെ, ധർമ്മടത്തുകാർക്ക് ആത്മവിശ്വാസം നൽകാതെ UDF പരാജയം ചോദിച്ചു വാങ്ങുകയായിരുന്നു. തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ തന്നെ വെറുക്കുന്നുവെന്ന് പിണറായി വിജയൻ അറിഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തലിടാൻ ഉത്തരവ് കൊടുത്ത മുഖ്യമന്ത്രിയാണ്. അതേ ദിവസം തന്നെ മന്ത്രിസഭാ യോഗം വിളിക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന അന്ന് രാവിലെ 9 മണിക്ക് തന്നെ തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കൺവെൻഷൻ സെന്ററിൽ പത്രസമ്മേളനം വിളിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ്. തൻ്റെ ചുറ്റിലുമുള്ള എല്ലാ മണ്ണും ഒലിച്ചു പോയിട്ടും പിണറായി വിജയൻ അറിഞ്ഞേയില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു തുടങ്ങിയപ്പോഴാണ് താൻ പോലും തോറ്റേക്കും എന്ന ആശങ്ക പിണറായിക്കുണ്ടാവുന്നത്. അതിനുശേഷം വീടിന് വെളിയിൽ ഇറങ്ങിയേയില്ല. രാത്രിയും പകലും വീട്ടിൽ തന്നെ മുറിയടച്ചിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഗവർണർക്ക് പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ചു. ഗവർണർ അന്ന് തന്നെ അത് സ്വീകരിച്ചു. പിറ്റേ ദിവസം, അതായത് ഇന്നലെ, ഭാര്യയും കൂട്ടി നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലോ തിരുവനന്തപുരത്ത് ഇറങ്ങിയുള്ള യാത്രയിലോ ആർക്കും മുഖം കൊടുത്തില്ല. ഒരു മാധ്യമപ്രവർത്തകന്റെയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനമിറങ്ങിയ പിണറായിയെ സ്വീകരിക്കാൻ പോലും 2 നേതാക്കളെ ഉണ്ടായിരുന്നുള്ളൂ, A റഹീമും ശിവൻകുട്ടിയും. സാധാരണഗതിക്ക് പിണറായി വന്നാൽ തിരുവനന്തപുരത്തെ സകല നേതാക്കളും സ്വീകരിക്കാൻ എത്തുന്നതാണ്. പിണറായിയെ സ്വീകരിക്കാൻ ആളും ആരവവും ഇല്ലായിരുന്നു. അതല്ല അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മുഖ്യമന്ത്രി വാങ്ങിയ കറുത്ത കിയ കാറുകൾ ഒന്നുപോലും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയില്ല. മുഖ്യമന്ത്രി വരുമ്പോഴും പോകുമ്പോഴും മണിക്കൂറുകൾക്ക് മുമ്പേ വിമാനത്താവളം മുതൽ ക്ലിഫ് ഹൗസ് വരെയുള്ള വഴിനീളെ പോലീസുകാരെ കാവൽ നിർത്തുകയും റോഡ് ഗതാഗതം നിയന്ത്രിക്കുകയും ട്രാഫിക് ലൈറ്റുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന പതിവ് കലാപരിപാടി ഉണ്ടായിരുന്നില്ല. പിണറായിയെ സ്വീകരിക്കാൻ എത്തിയത് AKG സെന്ററിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉപയോഗിക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ. സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു എന്നല്ലാതെ എസ്കോർട്ട് വാഹനങ്ങളോ പൈലറ്റ് വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിണറായിയും ഭാര്യയും സാധാരണക്കാരനെ പോലെ ആരുടെയും അകമ്പടിയും ഒരാൾക്കൂട്ടത്തിന്റെയും ആരവവുമില്ലാതെ ഒറ്റക്കേകനായി വിമാനത്താവളത്തിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് പോയി. ക്ലിഫ് ഹൗസിൽ ചെല്ലാതിരിക്കാൻ പിണറായിക്ക് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ അന്ത്യം വരെ താൻ ക്ലിഫ് ഹൗസിലായിരിക്കും താമസിക്കുന്നത് എന്ന് കരുതി ക്ലിഫ് ഹൗസിന്റെ 2ാം നിലയിലേക്ക് കയറാനുള്ള മടി കാരണം ലിഫ്റ്റ് വെച്ച മുഖ്യമന്ത്രി, ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിൽ ലക്ഷങ്ങൾ മുടക്കി പുതുക്കി പണിത മുഖ്യമന്ത്രി, ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ ശരിയാക്കി അതിൽ നീന്തിക്കുളിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയ മുഖ്യമന്ത്രി, നല്ല പാല് കിട്ടാനും ഗോശാപം ഒഴിവാക്കാനും ലക്ഷങ്ങൾ മുടക്കി ഗോശാല സ്ഥാപിച്ച മുഖ്യമന്ത്രി, അതൊക്കെ എക്കാലവും തന്നോടൊപ്പം ഉണ്ടാവും എന്ന് കരുതി ആഗ്രഹിച്ച് ആസ്വദിച്ചായിരുന്നു ജീവിച്ചത്. പെട്ടെന്ന് ഫലം വന്നപ്പോഴാണ് അറിയുന്നത് താൻ പോലും തോറ്റുപോകുന്ന പോലെ ജനം വെറുത്തെന്ന്. ജനങ്ങളുമായുള്ള സകല ബന്ധവും നഷ്ടപ്പെട്ട് താൻ ദൈവമാണ്, ചക്രവർത്തിയാണ് എന്ന് കരുതി ജീവിച്ച പിണറായിക്ക് ക്ലിഫ് ഹൗസിൽ നിന്നും തനിക്ക് വേണ്ടപ്പെട്ടതൊക്കെ എടുത്തുകൊണ്ട് പോവേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്ലിഫ് ഹൗസിലേക്ക് ഭാര്യയെ കൂട്ടിയെത്തിയത്. അവിടെ നിന്ന് പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എല്ലാം നാട്ടുകാരുടെ ചെലവിൽ വാങ്ങിക്കൂട്ടിയ ആഡംബരങ്ങളാണ്. അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവേണ്ട അവസ്ഥയാണ്. അവിടെ നിന്ന് പിണറായി തിരിച്ചു പോകുന്നതും ആളും അകമ്പടിയും ഇല്ലാതാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ എന്തിനായിരുന്നു പിണറായി വിജയൻ ഇത്രയധികം അകമ്പടിയോടെ നാട്ടുകാരെ വെറുപ്പിച്ച് നടന്നത്? പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ സമയത്തിന് വിലയുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിലോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് തകരാറ് പറ്റിയാൽ മറ്റൊരു വാഹനം കൂടെ കൂട്ടുന്നതിലോ അദ്ദേഹത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി മുമ്പിലും പിമ്പിലും ഓരോ പോലീസ് വാഹനം വിടുന്നതിലോ ആർക്കും അതിശയമോ അത്ഭുതമോ ഇല്ല. എന്നാൽ സകല മനുഷ്യരെയും വെറുപ്പിച്ച്, സകല വഴികളും അടച്ച്, സകല ട്രാഫിക് സിഗ്നലുകളും ഓഫ് ചെയ്ത്, പോലീസുകാരെ കൊണ്ട് അവരുടെ ഡ്യൂട്ടി മുടക്കി വഴിയിൽ കാവൽ നിർത്തി, SP റാങ്കിലും IG റാങ്കിലുമുള്ളവരെ വരെ വഴിയിൽ നിർത്തി 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയിൽ, അതും ആംബുലൻസും ഇടിവണ്ടിയും അടക്കം ചീറിപ്പാഞ്ഞു പോയിരുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി സമയം ലാഭിക്കാനായിരുന്നില്ല, അധികാരത്തിന്റെ പ്രതാപം കാണിക്കാനായിരുന്നു. സുരക്ഷയായിരുന്നു പ്രശ്നമെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക്
ഇന്നലെ ഇങ്ങനെ ഒരൊറ്റ വാഹനത്തിൽ അകമ്പടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയത്? ഇപ്പോഴല്ലേ കൂടുതൽ സുരക്ഷ വേണ്ടത്? ജനം വെറുക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ജനം പുറത്താക്കിയെന്ന് തിരിച്ചറിയുമ്പോൾ ആ വെറുപ്പും വിരോധവും ഒരുപക്ഷെ സുരക്ഷയെ ബാധിച്ചേക്കും എന്ന ആശങ്കയോടെ വേണമെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കാം. ജനം തന്നെ സ്നേഹിക്കുന്നു, താനാണ് എല്ലാവരുടെയും രക്ഷകൻ എന്ന് കരുതുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ ഭയന്നത് എന്തിനാണ്? അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രകാലം ഇത്രയേറെ അകമ്പടിയോടെ ചുറ്റി സഞ്ചരിച്ചത് നാട്ടുകാരുടെ മുമ്പിൽ അധികാരത്തിന് പ്രതാപം കാണിക്കാനായിരുന്നില്ലേ? എത്രയോ തവണ പിണറായിയുടെ വാഹന വ്യൂഹം കടന്നു പോകാൻ വേണ്ടി വഴിയിൽ അത്യാവശ്യം ജോലിക്ക് പോകുമ്പോഴും നിർത്തിയിട്ടിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന ദേവസ്വം ബോർഡിലൂടെ നന്തൻകോട് ജംഗ്ഷനിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന പല സാഹചര്യങ്ങളിലും എനിക്ക് മുഖ്യമന്ത്രിയുടെ ആഡംബര വാഹന വ്യൂഹം കടന്നു പോകുന്നത് വരെ വഴിയിൽ കാത്തുകിടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ ഇതിന് ഇരയായിട്ടുണ്ട്. അത്യാവശ്യങ്ങൾക്ക് പോകുന്നവരെ പോലീസ് വഴിയിൽ തടഞ്ഞു വയ്ക്കും. മുഖ്യമന്ത്രി കടന്നു പോകാൻ വേണ്ടി ഓഫ് ചെയ്യുന്ന സിഗ്നൽ സംവിധാനം പിന്നെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവിടെ മുഴുവൻ ട്രാഫിക് ജാം ആകും. ഇങ്ങനെ ജനത്തെ മുഴുവൻ ഉപദ്രവിച്ച് തന്റെ പ്രതാപം കാട്ടി ഒരു ഭീരുവിനെ പോലെ ജീവിച്ച മുഖ്യമന്ത്രി തന്നെ ജനം സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്ന് കരുതിയത് വെറുതെയാണ്. ഇപ്പോഴിതാ ഏകനായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മടങ്ങിപ്പോവുകയാണ് ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് പിണറായി വിജയൻ. വാഹന വ്യൂഹങ്ങളില്ല, അകമ്പടി പോലീസില്ല. വെറും മുൻ മുഖ്യമന്ത്രിയായി തിരസ്കൃതനായ ജനവിരുദ്ധനായി പിണറായി ഇറങ്ങിപ്പോകുന്നു. ഏറ്റവും രസകരമായ കാര്യം അതല്ല. ഔദ്യോഗിക വാഹനവും അകമ്പടിയും ഒക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പിണറായിയെ സ്വീകരിക്കാൻ AKG സെന്ററിൽ അയച്ച കാറിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ചാനൽ പുറത്തുവിട്ടു. ആ കാറ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അനേകം നിയമലംഘനങ്ങൾ നടത്തിയിരിക്കുന്നു. റെഡ് ലൈറ്റിലൂടെ പോവുക, മൊബൈൽ ഫോണിൽ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, അമിത വേഗത്തിൽ പോവുക തുടങ്ങിയ 18ഓളം കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഈ വാഹനം. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെട്ടാൽ അപ്പോൾ തന്നെ ഫൈൻ അടച്ചില്ലെങ്കിൽ വാഹനത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ ഇതൊന്നും പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ച വാഹനത്തിന് ബാധകമല്ല. അധികാരം ജന്മാവകാശമായി കരുതിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ നാട്ടിലെ സാധാരണ ട്രാഫിക് നിയമങ്ങൾ പോലും പാലിക്കുന്നില്ലെന്നും ആ നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കുന്നില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉപയോഗിച്ച പാർട്ടി ഓഫീസിലെ കാറ്. നിയമലംഘനങ്ങളുടെ പറുദീസയുടെ കാലം അവസാനിക്കുകയാണ്. ആളും അകമ്പടിയും ആരവവുമില്ലാതെ പിണറായി വിജയൻ അധികാര കസേര കൊഴിഞ്ഞ് മടങ്ങുകയാണ്.